everyone, welcome back to my channel. ഞാൻ ശ്രുതി. നമുക്ക് പെട്ടെന്ന് ഫോണിൽ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരികയാണ്. ഇത് പലർക്കും പേടിയുള്ള ഒരു കാര്യമാണ്. നമ്മൾ നേരിട്ട് ഒരാളത്തെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഫോണിൽ സംസാരിക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളായിട്ടാണ് വന്നിട്ടുള്ളത്. ഫോണിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ സംസാരിക്കണം, ഫോൺ എടുക്കുന്ന സമയത്ത് എങ്ങനെ സംസാരിക്കണം, ഇനി നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം നമുക്ക് കേൾക്കാതെ വരികയാണ്, ഈ സമയത്ത് എന്തൊക്കെ പറയണം, ഹോൾഡ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് എന്തൊക്കെ പറയാം, അതുപോലെ നമ്മുടെ ഫോണിൽ ചാർജ് കഴിയാറായി അല്ലെങ്കിൽ നമ്മൾ മീറ്റിംഗിലാണ്, ബിസിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാം, ഇനി ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോൺ എൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പറയാം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം. ഇങ്ങനത്തെ കുറച്ച് സെന്റൻസുകൾ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ഫോൺ കോൾ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഹൂ ഈസ് സ്പീക്കിംഗ്? ഹലോ, ഹൂ ഈസ് സ്പീക്കിംഗ്? സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ഇത് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പൊളൈറ്റായിട്ട് എങ്ങനെ പറയാം? മേ ഐ നോ ഹൂസ് കോളിംഗ് പ്ലീസ്? മേ ഐ നോ ഹൂസ് കോളിംഗ് പ്ലീസ്? മേ ഐ നോ എന്ന് വെച്ചാൽ എനിക്ക് അറിയാമോ, ഹൂസ് കോളിംഗ് ആരാണ് വിളിക്കുന്നത്. ഇത് നമ്മൾ കുറച്ചുകൂടെ മര്യാദയോട് കൂടി ചോദിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അവസാനം പ്ലീസും കൂടെ വെച്ചിട്ടുണ്ട്. മേ ഐ നോ ഹൂസ് കോളിംഗ് പ്ലീസ്, ആരാണ് വിളിക്കുന്നതെന്ന് എനിക്ക് അറിയാമോ, അല്ലെങ്കിൽ ആരാണ് വിളിക്കുന്നത്. ഇനി ഇതല്ലെങ്കിൽ ആദ്യം നമുക്ക് ആരാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ചോദിക്കാം ആരാണ് വിളിക്കുന്നത്. റാമാണ് സംസാരിക്കുന്നത്, ആരാണ് വിളിക്കുന്നത്? റാം സ്പീക്കിംഗ്, ഹൂ ഈസ് കോളിംഗ്? റാം സ്പീക്കിംഗ്, ഹൂ ഈസ് കോളിംഗ്? റാം സ്പീക്കിംഗ്. സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. റാം സ്പീക്കിംഗ്, റാമാണ് സംസാരിക്കുന്നത്. ഹു ഈസ് കോളിംഗ്, ആരാണ് വിളിക്കുന്നത്. മീരയാണ് റാമിനെ വിളിക്കുന്നതെന്ന് വിചാരിക്കുക. ഹേ റാം, മീരയാണ് വിളിക്കുന്നത്. ഹേ റാം, ഇറ്റ്സ് മീര കോളിംഗ്. ഹേ റാം, ഇറ്റ്സ് മീര കോളിംഗ്. ഇറ്റ്സ് മീര കോളിംഗ്, മീരയാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ ഫോൺ ചെയ്തിട്ട് വേറൊരാളെ കിട്ടാൻ വേണ്ടി ചോദിക്കുകയാണ്. അതായത് എനിക്ക് മിസ്റ്റർ വിനോദുമായി സംസാരിക്കാമോ? മേ ഐ സ്പീക്ക് വിത്ത് മിസ്റ്റർ വിനോദ്? മേ ഐ സ്പീക്ക് വിത്ത് മിസ്റ്റർ വിനോദ്? എനിക്ക് മിസ്റ്റർ വിനോദുമായി സംസാരിക്കാമോ? എനിക്ക് ശ്രീമതി വീണയോട് സംസാരിക്കാമോ? കുഡ് ഐ സ്പീക്ക് ടു മിസ് വീണ? കുഡ് ഐ സ്പീക്ക് ടു മിസ് വീണ? ഇങ്ങനെയും ചോദിക്കാം. എനിക്ക് മിസ് വീണയോട് സംസാരിക്കാമോ? അതല്ലെങ്കിൽ പറയാം ഐഡ് ലൈക്ക് ടു സ്പീക്ക് വിത്ത് മിസ്റ്റർ അഭിഷേക് പ്ലീസ്. ഐഡ് ലൈക്ക് ടു സ്പീക്ക് വിത്ത് മിസ്റ്റർ അഭിഷേക് പ്ലീസ്. ഞാൻ അഭിഷേകിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് അഭിഷേകിന് ഫോണിൽ കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐഡ് ലൈക്ക് ടു സ്പീക്ക് വിത്ത് മിസ്റ്റർ അഭിഷേക് പ്ലീസ്. ഇവിടെ നമ്മൾ കുഡ്, വുഡ്, മേ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് പൊളൈറ്റായിട്ട് അല്ലെങ്കിൽ മര്യാദയോട് കൂടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആരോടാണ് സംസാരിക്കേണ്ടത്? ഹും ഡു യു വോണ്ട് ടു ടോക്ക് ടു? ഹും ഡു യു വോണ്ട് ടു ടോക്ക് ടു? നിങ്ങൾക്ക് ആരോടാണ് സംസാരിക്കേണ്ടത്? വിജയോടാണ് സംസാരിക്കേണ്ടത്. പക്ഷെ വിജയ് വീട്ടിലില്ല. അപ്പോൾ നമുക്ക് പറയാം വിജയ് ഈസ് നോട്ട് അറ്റ് ഹോം. വിജയ് ഈസ് നോട്ട് അറ്റ് ഹോം. വിജയ് വീട്ടിലില്ല. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഡു യു ഹാവ് എനിത്തിങ് എൽസ് ടു സേ? ഡു യു ഹാവ് എനിത്തിങ് എൽസ് ടു സേ? നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സേ എന്ന് പറഞ്ഞാൽ പറയുക. ഫോൺ കട്ട് ചെയ്യരുത് അല്ലെങ്കിൽ ഫോൺ വെക്കരുത്. ഡോണ്ട് ഹാങ് അപ്പ് ഓൺ മീ. ഡോണ്ട് ഹാങ് അപ്പ് ഓൺ മീ. നിങ്ങളുടെ കോളിനായി ഞാൻ കാത്തിരിക്കും. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ. ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. ഐ വിൽ ടോക്ക് ആഫ്റ്റർ എ വൈൽ. ഐ വിൽ ടോക്ക് ആഫ്റ്റർ എ വൈൽ. ആഫ്റ്റർ എ വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ്. എന്നെ തിരിച്ചു വിളിക്കൂ. കോൾ മീ ബാക്ക്. കോൾ മീ ബാക്ക്. എന്നെ തിരിച്ചു വിളിക്കുക. നമുക്കിപ്പോൾ സംസാരിക്കാമോ? ക്യാൻ വി ടോക്ക് നൗ? ക്യാൻ വി ടോക്ക് നൗ? നൗ, ഇപ്പോൾ. നമുക്കിപ്പോൾ സംസാരിക്കാമോ? എനിക്കിപ്പോൾ ഫോൺ കട്ട് ചെയ്യാമോ? അല്ലെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യട്ടെ. ക്യാൻ ഐ ഹാങ് അപ്പ് ദ ഫോൺ നൗ? ക്യാൻ ഐ ഹാങ് അപ്പ് ദ ഫോൺ നൗ? ഹാങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ താഴെ വയ്ക്കുക. നൗ, ഇപ്പോൾ. ക്യാൻ ഐ ഹാങ് അപ്പ് ദ ഫോൺ നൗ? എനിക്കിപ്പോൾ ഫോൺ കട്ട് ചെയ്യാമോ? ഒരു മിനിറ്റ് ലൈനിൽ നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു മിനിറ്റ് കട്ട് ചെയ്യല്ലേ, ലൈനിൽ തന്നെ നിൽക്കൂ എന്ന് പറയില്ലേ. ബി ഓൺ ദ ലൈൻ ഫോർ എ മിനിറ്റ്. ബി ഓൺ ദ ലൈൻ ഫോർ എ മിനിറ്റ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നതെങ്കിൽ ദേഷ്യത്തിൽ നമ്മൾ പറയില്ലേ ഞാൻ നിന്നെ എത്ര തവണ വിളിക്കണം? ഹൗ മെനി ടൈംസ് വിൽ ഐ ഹാവ് ടു കോൾ യു? ഹൗ മെനി ടൈംസ് വിൽ ഐ ഹാവ് ടു കോൾ യു? ഞാൻ നിന്നെ എത്ര തവണ വിളിക്കണം? പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ, ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാം യുവർ വോയിസ് ഈസ് നോട്ട് ഓഡിബിൾ. യുവർ വോയിസ് ഈസ് നോട്ട് ഓഡിബിൾ. ഓഡിബിൾ എന്ന് വെച്ചാൽ കേൾക്കത്തക്ക.
ഇനി ശബ്ദം ശരിക്കും കേൾക്കാത്തത് നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ടാണെന്ന് സംശയം വരികയാണെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ, അവിടെ നെറ്റ്വർക്ക് ഇല്ലേ? ഈസ് ദർ നോ നെറ്റ്വർക്ക് ഓർ വാട്ട്? ഈസ് ദർ നോ നെറ്റ്വർക്ക് ഓർ വാട്ട്? ഇനി ചിലർ ഫോൺ എടുക്കുമ്പോൾ തന്നെ ആരാന്നൊന്നും പറയാതെ ആദ്യം തന്നെ പറയാറുണ്ട്, ഇത് ഞാനാ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഹേ ഇറ്റ്സ് മീ, ഡോണ്ട് യു റെക്കഗ്നൈസ് മീ? ഹേ ഇറ്റ്സ് മീ, ഡോണ്ട് യു റെക്കഗ്നൈസ് മീ? റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ തിരിച്ചറിയുക എന്നൊക്കെയാണ് അർത്ഥം. ഡോണ്ട് യു റെക്കഗ്നൈസ് മീ, നീ എന്നെ തിരിച്ചറിഞ്ഞില്ലേ അല്ലെങ്കിൽ നിനക്കെന്നെ മനസ്സിലായില്ലേ? വീണ വിളിച്ചുവെന്ന് അവനോട് പറയൂ. ടെൽ ഹിം വീണ ഹാസ് കോൾഡ്. ടെൽ ഹിം വീണ ഹാസ് കോൾഡ്. ടെൽ ഹിം അവനോട് പറയൂ. വീണ ഹാസ് കോൾഡ്, വീണ വിളിച്ചിരുന്നു. വീണ വിളിച്ചു എന്ന് അവളോട് പറയുന്നതാണെങ്കിൽ ടെൽ ഹെർ വീണ ഹാസ് കോൾഡ്. ടെൽ ഹെർ വീണ ഹാസ് കോൾഡ്. ശരി, ഞാൻ അവളോട് പറയാം. യെസ് ഐ വിൽ ടെൽ ഹെർ. യെസ് ഐ വിൽ ടെൽ ഹെർ. എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു. മൈ ഫോൺ വാസ് ഓൺ സൈലൻറ്റ്. മൈ ഫോൺ വാസ് ഓൺ സൈലൻറ്റ്. ഞാൻ ഫോൺ കണ്ടില്ല. ഐ ഡിഡിൻറ്റ് സീ ദ ഫോൺ. ഐ ഡിഡിൻറ്റ് സീ ദ ഫോൺ. നീ ഫോൺ എടുക്കുന്നില്ല. യു ഡോണ്ട് പിക്കപ്പ് ദ ഫോൺ. യു ഡോണ്ട് പിക്കപ്പ് ദ ഫോൺ. പിക്കപ്പ് എന്ന് പറഞ്ഞാൽ എടുക്കുക അല്ലെങ്കിൽ നിലത്തു നിന്ന് എടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഞാൻ നിന്നെ വിളിച്ചിരുന്നു. ഐ ഹാഡ് കോൾഡ് യു. ഐ ഹാഡ് കോൾഡ് യു. ഞാൻ നിന്നെ വിളിച്ചിരുന്നു. നാളെ ഒരു പ്രാവശ്യം എന്നെ വിളിക്കൂ. കോൾ മീ വൺസ് ടുമോറോ. കോൾ മീ വൺസ് ടുമോറോ. വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു തവണ, ഒരു പ്രാവശ്യം, ഇതൊക്കെയാണ് അർത്ഥം. അവനോട് എന്നെ വിളിക്കാൻ പറയൂ. ടെൽ ഹിം ടു കോൾ മീ. ടെൽ ഹിം ടു കോൾ മീ. ടെൽ ഹിം അവനോട് പറയൂ. ടു കോൾ മീ എന്നെ വിളിക്കാൻ. എന്താ ഫോൺ എടുക്കാഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ നിങ്ങളുടെ കോൾ ശ്രദ്ധിച്ചില്ല, എന്നോട് ക്ഷമിക്കൂ, നിങ്ങളുടെ കോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. ഐ എം സോറി ഐ ഡിഡിൻറ്റ് നോട്ടീസ് യുവർ കോൾ. ഐ എം സോറി ഐ ഡിഡിൻറ്റ് നോട്ടീസ് യുവർ കോൾ. ഐ എം സോറി, എന്നോട് ക്ഷമിക്കണം. ഐ ഡിഡിൻറ്റ് നോട്ടീസ് യുവർ കോൾ. നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഐ ഡിഡിൻറ്റ് നോട്ടീസ് യുവർ കോൾ. ഞാൻ നിങ്ങളുടെ കോൾ ശ്രദ്ധിച്ചില്ല. ഫോണിൽ സംസാരിക്കുന്ന ആളെന്തെങ്കിലും വിഷമത്തിലാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, എന്ത് പറ്റി, നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? വാട്ട് ഹാപ്പൻഡ്? വൈ ഡു യു സൗണ്ട് സോ വറീഡ്? വാട്ട് ഹാപ്പൻഡ്? വൈ ഡു യു സൗണ്ട് സോ വറീഡ്? വാട്ട് ഹാപ്പൻഡ്? ഹാപ്പൻ സംഭവിക്കുക. വാട്ട് ഹാപ്പൻഡ് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്ത് പറ്റി? വൈ ഡു യു സൗണ്ട് സോ വറീഡ് നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇത് നമുക്ക് എപ്പോഴും ചോദിക്കേണ്ടി വരുന്നൊരു കാര്യമാണ്. ക്യാൻ യു ഹിയർ മീ? ക്യാൻ യു ഹിയർ മീ? ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക. ക്യാൻ യു ഹിയർ മീ? അതല്ലെങ്കിൽ ചോദിക്കാം, ക്യാൻ യു ഹിയർ മീ ലൗഡ് ആൻഡ് ക്ലിയർ? ക്യാൻ യു ഹിയർ മീ ലൗഡ് ആൻഡ് ക്ലിയർ? ലൗഡ് ആൻഡ് ക്ലിയർ എന്ന് വെച്ചാൽ ലൗഡ് ഉച്ചത്തിൽ, ക്ലിയർ വ്യക്തമായി. ലൗഡ് ആൻഡ് ക്ലിയർ ഉച്ചത്തിലും വ്യക്തമായും. ക്യാൻ യു ഹിയർ മീ ലൗഡ് ആൻഡ് ക്ലിയർ ഉച്ചത്തിലും വ്യക്തമായിട്ടും കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം നമ്മൾ പറയുകയാണ്, എനിക്ക് കേൾക്കാൻ പറ്റും, പക്ഷേ ഇടവിട്ടാണ് കേൾക്കുന്നത്. ഐ ക്യാൻ ഹിയർ യു ഓൺ ആൻഡ് ഓഫ്. ഐ ക്യാൻ ഹിയർ യു ഓൺ ആൻഡ് ഓഫ്. ഓൺ ആൻഡ് ഓഫ് എന്ന് വെച്ചാൽ ഇടവിട്ട്. ഐ ക്യാൻ ഹിയർ യു എനിക്ക് കേൾക്കാൻ പറ്റും. ഓൺ ആൻഡ് ഓഫ് ഇടവിട്ട്. ഇനി ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറയും, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കാം. ഐ ക്യാൻ ഹിയർ യു അറ്റ് ഓൾ. ലെറ്റ് മീ കോൾ യു ബാക്ക്. ഐ ക്യാൻ ഹിയർ യു അറ്റ് ഓൾ. ലെറ്റ് മീ കോൾ യു ബാക്ക്. ഐ ക്യാൻ ഹിയർ യു അറ്റ് ഓൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ലെറ്റ് മീ കോൾ യു ബാക്ക് ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇത് നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, ആം ഐ ഓഡിബിൾ ടു യു? ആം ഐ ഓഡിബിൾ ടു യു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ശബ്ദം വ്യക്തമാണോ? ഈസ് മൈ വോയിസ് ക്ലിയർ ഇനഫ്? ഈസ് മൈ വോയിസ് ക്ലിയർ ഇനഫ്? ഇനഫ് എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ, മതിയാൻ വണ്ണം അല്ലെങ്കിൽ തൃപ്തിയാവോളം എന്നൊക്കെയാണ് അർത്ഥം. ഈസ് മൈ വോയിസ് ക്ലിയർ ഇനഫ്? എൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ വ്യക്തമാണോ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചായിട്ട് അല്ലെങ്കിൽ ഇടവിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഐ ക്യാൻ ഹിയർ യു ഇൻ പീസസ്. ഐ ക്യാൻ ഹിയർ യു ഇൻ പീസസ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ചാർജ് കഴിയാറായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ട് വിളിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഫോൺ ചാർജ് ചെയ്തതിന് ശേഷം എനിക്ക് നിങ്ങളെ വിളിക്കാമോ? ക്യാൻ ഐ കോൾ യു ആഫ്റ്റർ ചാർജിങ് മൈ ഫോൺ? ക്യാൻ ഐ കോൾ യു ആഫ്റ്റർ ചാർജിങ് മൈ ഫോൺ? ക്യാൻ ഐ കോൾ യു എനിക്ക് നിങ്ങളെ വിളിക്കാമോ? ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. ആഫ്റ്റർ ചാർജിങ് മൈ ഫോൺ എൻ്റെ ഫോണ് ചാർജ് ചെയ്തതിന് ശേഷം. ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ്, ആരാണ് അല്ലെങ്കിൽ ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? ഹൂ ആം ഐ സ്പീക്കിംഗ് വിത്ത് പ്ലീസ്? ഹൂ ആം ഐ സ്പീക്കിംഗ് വിത്ത് പ്ലീസ്? അതുപോലെ തന്നെ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് കുറച്ചുകൂടെ പൊളൈറ്റായിട്ട്, നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് എനിക്ക് അറിയാമോ?
മേ ഐ നോ വേർ യു ആർ കോളിംഗ് ഫ്രം. മേ ഐ നോ വേർ യു ആർ കോളിംഗ് ഫ്രം. മേ ഐ നോ എനിക്കറിയാമോ വേർ യു ആർ കോളിംഗ് ഫ്രം. നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഓഫീസിലെ റിസപ്ഷനിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നതെങ്കിൽ ഡോക്ടർ രാംകുമാറിൻ്റെ ഓഫീസാണ്, ആരാണ് വിളിക്കുന്നതെന്ന് എനിക്ക് അറിയാമോ. ഡോക്ടർ രാംകുമാർസ് ഓഫീസ്, മേ ഐ നോ ഹൂസ് കോളിംഗ് പ്ലീസ്. ഡോക്ടർ രാംകുമാർസ് ഓഫീസ്, മേ ഐ നോ ഹൂസ് കോളിംഗ് പ്ലീസ്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ഡോക്ടർ രാംകുമാർസ് ഓഫീസ്, ഡോക്ടർ രാംകുമാറിൻ്റെ ഓഫീസാണ്. മേ ഐ നോ ഹൂസ് കോളിംഗ് പ്ലീസ്, ആരാണ് വിളിക്കുന്നതെന്ന് എനിക്ക് അറിയാമോ. ഇനി നമ്മളൊരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവിടുത്തെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള രാഹുലിനോട് സംസാരിക്കണമെന്ന് പറയുകയാണ്. എനിക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മിസ്റ്റർ രാഹുലിനോട് സംസാരിക്കാമോ. ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ രാഹുൽ ഇൻ ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലീസ്. ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ രാഹുൽ ഇൻ ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലീസ്. ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ രാഹുൽ, എനിക്ക് മിസ്റ്റർ രാഹുലിനോട് സംസാരിക്കാമോ ഇൻ ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് മര്യാദയോടുകൂടി പറയാൻ വേണ്ടിയിട്ട് സെൻറ്റൻസിൻ്റെ അവസാനം നമ്മൾ പ്ലീസും കൂടെ വെച്ചിട്ടുണ്ട്. ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ രാഹുൽ ഇൻ ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലീസ്. വീണ അവിടെ ഉണ്ടോ. ഈസ് വീണ ദേർ. ഈസ് വീണ ദേർ. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഓഫീസിൽ റിസപ്ഷനിലുള്ള ആൾക്കാർ ഫോൺ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ പറയുന്ന കാര്യമാണ് ഗുഡ് മോർണിംഗ് ABC പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ നമ്മൾ പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കമ്പനിയുടെ പേര് ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞതാണ്. റീനയാണ് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാനാകും. ഗുഡ് മോർണിംഗ് ABC പ്രൈവറ്റ് ലിമിറ്റഡ്, റീന സ്പീക്കിംഗ്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ഗുഡ് മോർണിംഗ് ABC പ്രൈവറ്റ് ലിമിറ്റഡ്, റീന സ്പീക്കിംഗ്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞു, അതിൻ്റെ കൂടെ കമ്പനിയുടെ പേര് പറയുകയാണ് ABC പ്രൈവറ്റ് ലിമിറ്റഡ്. പിന്നെ ആരാണ് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. റീന സ്പീക്കിംഗ്, റീനയാണ് സംസാരിക്കുന്നത്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാനാകും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്. എന്നെ തിരികെ വിളിച്ചതിന് അല്ലെങ്കിൽ എന്നെ തിരിച്ച് വിളിച്ചതിന് നന്ദി. താങ്ക്സ് ഫോർ കോളിംഗ് മീ ബാക്ക്. താങ്ക്സ് ഫോർ കോളിംഗ് മീ ബാക്ക്. രാവിലെ നേരത്തെ തന്നെ നമ്മൾ ഒരാളെ വിളിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ് അതിരാവിലെ വിളിച്ചതിൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ രാവിലെ നേരത്തെ തന്നെ വിളിച്ചതിൽ ക്ഷമിക്കണം. സോറി ടു കോൾ സോ ഏർലി ഇൻ ദ മോർണിംഗ്. സോറി ടു കോൾ സോ ഏർലി ഇൻ ദ മോർണിംഗ്. ഏർലി എന്ന് വെച്ചാൽ നേരത്തെ. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിൽ പറയാറുണ്ട്. ഒരു നിമിഷം കാത്തിരിക്കൂ. ജസ്റ്റ് എ മൊമെൻറ്റ് പ്ലീസ്. ജസ്റ്റ് എ മൊമെൻറ്റ് പ്ലീസ്. ഇനി കുറച്ചുകൂടെ ഫോർമൽ ആയിട്ടുള്ള കോൺവെർസേഷൻസിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് സംസാരിക്കേണ്ട സിറ്റുവേഷൻസിൽ നമുക്ക് പറയാം ദയവായി ഒരു നിമിഷം ഞാൻ നിങ്ങളെ ഹോൾഡിൽ വെക്കട്ടെ. മേ ഐ പ്ലേസ് യു ഓൺ ഹോൾഡ് ഫോർ എ മൊമെൻറ്റ് പ്ലീസ്. മേ ഐ പ്ലേസ് യു ഓൺ ഹോൾഡ് ഫോർ എ മൊമെൻറ്റ് പ്ലീസ്. മേ ഐ പ്ലേസ് യു ഓൺ ഹോൾഡ്, ഞാൻ നിങ്ങളെ ഹോൾഡിൽ വെക്കട്ടെ. ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷം. ഇവിടെ നമ്മൾ മെയ് വെച്ചിട്ടാണ് സെൻറ്റൻസ് തുടങ്ങിയത്. അതുപോലെ തന്നെ സെൻറ്റൻസിൻ്റെ അവസാനം പ്ലീസും കൂടെ വെച്ചിട്ടിട്ട് കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇതല്ലെങ്കിൽ നമുക്ക് പറയാം കുഡ് യു ഹോൾഡ് ഓൺ പ്ലീസ്. കുഡ് യു ഹോൾഡ് ഓൺ പ്ലീസ്. ദയവായി ഹോൾഡ് ചെയ്യാമോ. ഇവിടെ നമ്മൾ കുഡ് വെച്ചിട്ടാണ് സെൻറ്റൻസ് തുടങ്ങിയത്. അതുപോലെ തന്നെ പ്ലീസ് വെച്ചിട്ടാണ് സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫോർമൽ കോൺവെർസേഷൻസിൽ അല്ലെങ്കിൽ പൊളൈറ്റായിട്ട് സംസാരിക്കേണ്ട സ്ഥലത്ത് നമുക്ക് കുഡ്, വുഡ്, മേ, പ്ലീസ് ഇതൊക്കെ വെച്ചിട്ട് സംസാരിക്കാം. കുറച്ച് നേരം ഹോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം സോറി ടു കീപ്പ് യു വെയിറ്റിംഗ്. സോറി ടു കീപ്പ് യു വെയിറ്റിംഗ്. നിങ്ങളെ വെയിറ്റ് ചെയ്യിച്ചതിൽ ക്ഷമിക്കണം. ഇനി നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റാത്ത സമയത്ത് അത് പല രീതിയിലും പറയാം. ക്ഷമിക്കണം, എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഐ എം സോറി ഐ കാൻ ഹിയർ യു വെൽ. ഐ എം സോറി ഐ കാൻ ഹിയർ യു വെൽ. ഐ കാൻ ഹിയർ യു വെൽ എന്ന് വെച്ചാൽ എനിക്ക് നന്നായി കേൾക്കാൻ പറ്റുന്നില്ല. നമുക്ക് വിട്ട് കേൾക്കുന്ന സമയത്ത് പറയാം യുവർ വോയിസ് ഈസ് ക്രാക്കിംഗ്. യുവർ വോയിസ് ഈസ് ക്രാക്കിംഗ്. ക്രാക്ക് എന്ന് വെച്ചാൽ പൊട്ടുക അല്ലെങ്കിൽ ശബ്ദമിടറുക എന്നൊക്കെയാണ് അർത്ഥം. യുവർ വോയിസ് ഈസ് ക്രാക്കിംഗ്. അതല്ലെങ്കിൽ യുവർ വോയിസ് ഈസ് ജാറിങ്. യുവർ വോയിസ് ഈസ് ജാറിങ് ഇങ്ങനെയും പറയാം. അതും അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയാം യുവർ വോയിസ് ഈസ് ബ്രേക്കിംഗ്. യുവർ വോയിസ് ഈസ് ബ്രേക്കിംഗ്. ഇത് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയാം ക്ഷമിക്കണം, നിങ്ങളുടെ ശബ്ദം മുറിയുന്നതായി തോന്നുന്നു. അതായത് ശബ്ദം വിട്ടാണ് കേൾക്കുന്നത്. ഐ എം സോറി യുവർ വോയിസ് സീംസ് ടു ബി ബ്രേക്കിംഗ് അപ്പ്. ഐ എം സോറി യുവർ വോയിസ് സീംസ് ടു ബി ബ്രേക്കിംഗ് അപ്പ്. നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കാരണം നമുക്ക് നന്നായിട്ട് കേൾക്കാതിരിക്കുന്ന സമയത്ത് അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നും കൂടെ ആവർത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പറയാം. ദ നെറ്റ്വർക്ക് ഈസ് ബാഡ്. കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്. ദ നെറ്റ്വർക്ക് ഈസ് ബാഡ്. കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്. നെറ്റ്വർക്ക് മോശമാണ്, ദയവായി അത് ആവർത്തിക്കാമോ. ഒട്ടും കേൾക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് ഞാൻ നിങ്ങളെ വേറൊരു നമ്പറിൽ നിന്ന് വിളിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ മറ്റൊരു നമ്പറിൽ നിന്ന് തിരികെ വിളിക്കട്ടെ. ലെറ്റ് മീ കോൾ യു ബാക്ക്
ഫ്രം അനദർ നമ്പർ. ലെറ്റ് മീ കോൾ യു ബാക്ക് ഫ്രം അനദർ നമ്പർ. ലെറ്റ് മീ കോൾ യു ബാക്ക്. ഞാൻ നിങ്ങളെ തിരികെ വിളിക്കട്ടെ. ഫ്രം അനദർ നമ്പർ. മറ്റൊരു നമ്പറിൽ നിന്ന്. ഇനി ഫോൺ ചെയ്തിട്ട് വേറൊരാളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ പറയാം? ദയവായി നിങ്ങൾക്ക് മിസ്റ്റർ റാമിനെ കണക്ട് ചെയ്യാമോ? കുഡ് യു കണക്ട് മീ ടു മിസ്റ്റർ റാം പ്ലീസ്? കുഡ് യു കണക്ട് മീ ടു മിസ്റ്റർ റാം പ്ലീസ്? നിങ്ങൾക്ക് മിസ് വീണയെ അല്ലെങ്കിൽ ശ്രീമതി വീണയെ കണക്ട് ചെയ്യാമോ? കുഡ് യു പുട്ട് മീ ത്രൂ ടു മിസ് വീണ പ്ലീസ്? ഇങ്ങനെയും പറയാം. കുഡ് യു പുട്ട് മീ ത്രൂ ടു മിസ് വീണ പ്ലീസ്? ഇവിടെ പുട്ട് ത്രൂ എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വെർബാണ്. അതിൻ്റെ അർത്ഥം കണക്റ്റ് എന്നാണ്. ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ഞാനിപ്പോൾ കൊടുക്കാം. ഐ ട്രാൻസ്ഫർ നൗ. ഐ ട്രാൻസ്ഫർ നൗ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അതല്ലെങ്കിൽ പറയാം ജസ്റ്റ് പുട്ടിങ് യു ത്രൂ നൗ. ജസ്റ്റ് പുട്ടിങ് യു ത്രൂ നൗ. നിങ്ങളിപ്പോൾ കണക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ വിളിക്കുന്ന ആൾ ബിസി ആണെങ്കിൽ അപ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ അവനെ തിരികെ വിളിക്കാം. വിളിക്കാൻ പറ്റിയ സമയം ഏതാണെന്ന് എന്നോട് പറയാമോ? അല്ലെങ്കിൽ വിളിക്കാൻ പറ്റിയ സമയം ഏതാണെന്ന് എന്നെ അറിയിക്കാമോ? ഐ വിൽ കോൾ ഹിം ബാക്ക്. കുഡ് യു ലെറ്റ് മീ നോ വാട്ട് ഈസ് എ ഗുഡ് ടൈം ടു കോൾ? ഐ വിൽ കോൾ ഹിം ബാക്ക്. കുഡ് യു ലെറ്റ് മീ നോ വാട്ട് ഈസ് എ ഗുഡ് ടൈം ടു കോൾ? ഐ വിൽ കോൾ ഹിം ബാക്ക്. ഞാൻ അവനെ തിരികെ വിളിക്കാം. കുഡ് യു ലെറ്റ് മീ നോ. നിങ്ങൾക്ക് എന്നെ അറിയിക്കാമോ അല്ലെങ്കിൽ എന്നോട് പറയാമോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് എ ഗുഡ് ടൈം ടു കോൾ? വിളിക്കാൻ പറ്റിയ സമയം ഏതാണ്? ഇനി നമ്മൾ വിളിക്കുന്ന ആളെ കിട്ടിയില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ സംസാരിക്കുന്ന ആളുടെ അടുത്ത് നമുക്ക് പറയാം, എനിക്ക് അദ്ദേഹത്തിനൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകാമോ? കുഡ് ഐ ലീവ് എ മെസ്സേജ് ഫോർ ഹിം പ്ലീസ്? കുഡ് ഐ ലീവ് എ മെസ്സേജ് ഫോർ ഹിം പ്ലീസ്? അല്ലെങ്കിൽ സിമ്പിളായിട്ട് ക്യാൻ ഐ ലീവ് എ മെസ്സേജ്? ക്യാൻ ഐ ലീവ് എ മെസ്സേജ്? എനിക്കൊരു സന്ദേശം നൽകാമോ? ഇങ്ങനെയും ചോദിക്കാം. ഇവിടെ നമ്മൾ ക്യാനിന് പകരം കുഡ് യൂസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ കുഡ് ഐ ലീവ് എ മെസ്സേജ് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൊളൈറ്റായിട്ട് പറയാം. ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് ചില വാക്കുകൾ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് സ്പെല്ല് ചെയ്യാമോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ പറയാമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. കുഡ് യു സ്പെൽ ദാറ്റ് ഫോർ മീ പ്ലീസ്? കുഡ് യു സ്പെൽ ദാറ്റ് ഫോർ മീ പ്ലീസ്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യം പറയാം. സ്പീഡിൽ സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവാതെ വരുമ്പോൾ കുറച്ചുകൂടെ പതുക്കെ സംസാരിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. കുഡ് യു സ്പീക്ക് എ ലിറ്റിൽ മോർ സ്ലോലി പ്ലീസ്? കുഡ് യു സ്പീക്ക് എ ലിറ്റിൽ മോർ സ്ലോലി പ്ലീസ്? സ്ലോലി പതുക്കെ, സ്പീക്ക് സംസാരിക്കുക. കുഡ് യു സ്പീക്ക് എ ലിറ്റിൽ മോർ സ്ലോലി പ്ലീസ്? ദയവായി പിന്നീട് വിളിക്കാമോ? കുഡ് യു കോൾ ബാക്ക് ലേറ്റർ പ്ലീസ്? കുഡ് യു കോൾ ബാക്ക് ലേറ്റർ പ്ലീസ്? ലേറ്റർ എന്ന് വെച്ചാൽ പിന്നീട്. ക്ഷമിക്കണം, രാഹുൽ ഇപ്പോൾ തിരക്കിലാണ്. ഐ എം സോറി, രാഹുൽ ഈസ് ബിസി റൈറ്റ് നൗ. ഐ എം സോറി, രാഹുൽ ഈസ് ബിസി റൈറ്റ് നൗ. നമ്പർ മാറി ആരെങ്കിലും നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് തെറ്റായ നമ്പറാണ് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ നമ്പർ ഡയൽ ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. ഐ തിങ്ക് യു ഹാവ് ഡയൽഡ് ദ റോങ് നമ്പർ. ഐ തിങ്ക് യു ഹാവ് ഡയൽഡ് ദ റോങ് നമ്പർ. ചില സമയത്ത് നമുക്ക് വിളിക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് ചോദിക്കേണ്ടി വരാറുണ്ട്. എനിക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കാമോ അല്ലെങ്കിൽ വിശദാംശങ്ങൾ എടുക്കാമോ? ക്യാൻ ഐ ടേക്ക് യുവർ ഡീറ്റെയിൽസ് പ്ലീസ്? ക്യാൻ ഐ ടേക്ക് യുവർ ഡീറ്റെയിൽസ് പ്ലീസ്? ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ വിശദാംശങ്ങൾ. ഇനി പേരും നമ്പറും മാത്രമാണ് ചോദിക്കേണ്ടതെങ്കിൽ നമുക്ക് ചോദിക്കാം ക്യാൻ ഐ പ്ലീസ് ടേക്ക് യുവർ നെയിം ആൻഡ് നമ്പർ? ക്യാൻ ഐ പ്ലീസ് ടേക്ക് യുവർ നെയിം ആൻഡ് നമ്പർ? എത്രയും പെട്ടെന്ന് എന്നെ തിരികെ വിളിക്കാൻ മീരയോട് പറയൂ അല്ലെങ്കിൽ എത്രയും വേഗം എന്നെ തിരികെ വിളിക്കാൻ മീരയോട് ആവശ്യപ്പെടാമോ? കുഡ് യു ആസ്ക് മീര ടു കോൾ മീ ബാക്ക് ആസ് സൂൺ ആസ് പോസിബിൾ? കുഡ് യു ആസ്ക് മീര ടു കോൾ മീ ബാക്ക് ആസ് സൂൺ ആസ് പോസിബിൾ? കുഡ് യു ആസ്ക് മീര? മീരയോട് ചോദിക്കാമോ അല്ലെങ്കിൽ മീരയോട് ആവശ്യപ്പെടാമോ? ടു കോൾ മീ ബാക്ക് എന്നെ തിരികെ വിളിക്കാൻ. ആസ് സൂൺ ആസ് പോസിബിൾ. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എത്രയും വേഗം. വേറൊരാൾ അന്വേഷിച്ച് നമ്മളെ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയണമെങ്കിൽ ആരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കണ്ടേ? ആരാണ് വിളിക്കുന്നതെന്ന് എനിക്ക് അവനോട് പറയാമോ? കുഡ് ഐ ടെൽ ഹിം ഹൂ ഈസ് കോളിംഗ്? കുഡ് ഐ ടെൽ ഹിം ഹൂ ഈസ് കോളിംഗ്? അവൻ ഇവിടെ ഇല്ല അല്ലെങ്കിൽ അവൾ ഇവിടെ ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ? ഹീ ഈസ് നോട്ട് ഹിയർ അല്ലെങ്കിൽ ഷീ ഈസ് നോട്ട് ഹിയർ. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? ഹീ ഈസ് നോട്ട് ഹിയർ. അവൻ ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഷീ ഈസ് നോട്ട് ഹിയർ. അവൾ ഇവിടെ ഇല്ല. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? ഒരു മെസ്സേജ് ഇടാൻ അല്ലെങ്കിൽ ഒരു സന്ദേശം ഇടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ തിരിച്ചു വിളിക്കാൻ അദ്ദേഹത്തോട് പറയാമോ അല്ലെങ്കിൽ എന്നെ തിരികെ വിളിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടാമോ? കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക്? കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക്? കുഡ് യു ആസ്ക് ഹിം? നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാമോ അല്ലെങ്കിൽ ആവശ്യപ്പെടാമോ? ടു കോൾ മീ ബാക്ക് എന്നെ തിരിച്ചു വിളിക്കാൻ. വിളിച്ചതിന് നന്ദി. താങ്ക്സ് ഫോർ കോളിംഗ്. താങ്ക്സ് ഫോർ കോളിംഗ്. എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ കിട്ടുമോ? ക്യാൻ ഐ ഹാവ് യുവർ ഫോൺ നമ്പർ? ക്യാൻ ഐ ഹാവ് യുവർ ഫോൺ നമ്പർ? എനിക്ക് നിങ്ങളെ പിന്നീട് വിളിക്കാമോ
അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കട്ടെ? ക്യാൻ ഐ കോൾ യു ബാക്ക് ലേറ്റർ? ക്യാൻ ഐ കോൾ യു ബാക്ക് ലേറ്റർ? ക്ഷമിക്കണം, എനിക്കത് മനസ്സിലായില്ല, അല്ലെങ്കിൽ എനിക്കത് പിടികിട്ടിയില്ല. നിങ്ങൾക്കത് ആവർത്തിക്കാമോ? ഐ എം സോറി, ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്. കുഡ് യു റിപ്പീറ്റ് ഇറ്റ്? ഐ എം സോറി, ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്. കുഡ് യു റിപ്പീറ്റ് ഇറ്റ്? ഐ എം സോറി, ക്ഷമിക്കണം, ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്. എനിക്കത് മനസ്സിലായില്ല, അല്ലെങ്കിൽ എനിക്കത് പിടികിട്ടിയില്ല. കുഡ് യു റിപ്പീറ്റ് ഇറ്റ്? നിങ്ങൾക്കത് ആവർത്തിക്കാമോ? ചില സമയത്ത് നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ കട്ടായി പോവാറുണ്ട്. അപ്പം നമ്മൾ തിരിച്ചു വിളിച്ചിട്ട് ക്ഷമിക്കണം, കട്ടായി പോയി എന്ന് പറയാറുണ്ട്. ക്ഷമിക്കണം, നമ്മൾ വിച്ഛേദിക്കപ്പെട്ടു. അതായത് കട്ടായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ എം സോറി, വി ബീൻ ഡിസ്കണക്റ്റഡ്. ഐ എം സോറി, വി ഹാവ് ബീൻ ഡിസ്കണക്റ്റഡ്. എനിക്ക് നന്നായി കേൾക്കാൻ പറ്റുന്നില്ല. ഐ കാൻ ഹിയർ യു വെരി വെൽ. ഐ കാൻ ഹിയർ യു വെരി വെൽ. നിങ്ങൾ വിളിച്ചത് ഞാൻ അവനോട് പറയണോ? ഡു യു വാണ്ട് മീ ടു ടെൽ ഹിം യു കോൾഡ്? ഡു യു വാണ്ട് മീ ടു ടെൽ ഹിം യു കോൾഡ്? അതെ, റീന വിളിച്ചെന്ന് അവനോട് പറയൂ. യെസ്, ടെൽ ഹിം റീന കോൾഡ്. യെസ്, ടെൽ ഹിം റീന കോൾഡ്. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോണിലെ ബാറ്ററി കഴിയാറായി അല്ലെങ്കിൽ ചാർജ് കഴിയാറായി എന്ന് തോന്നുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എൻ്റെ ഫോണിലെ ബാറ്ററി കഴിയാറായി അല്ലെങ്കിൽ ചാർജ് കഴിയാറായി, അതുകൊണ്ട് ചിലപ്പോൾ കട്ടായേക്കാം. വി മൈറ്റ് ഗെറ്റ് കട്ട് ഓഫ് സിൻസ് മൈ ബാറ്ററി ഈസ് അബൌട്ട് ടു ഡൈ. വി മൈറ്റ് ഗെറ്റ് കട്ട് ഓഫ് സിൻസ് മൈ ബാറ്ററി ഈസ് അബൌട്ട് ടു ഡൈ. വി മൈറ്റ് ഗെറ്റ് കട്ട് ഓഫ്, നമ്മൾ വിച്ഛേദിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ കട്ടായേക്കാം. സിൻസ് എന്ന് വെച്ചാൽ അതിനാൽ. മൈ ബാറ്ററി ഈസ് അബൌട്ട് ടു ഡൈ. മൈ ബാറ്ററി ഈസ് അബൌട്ട് ടു ഡൈ എന്ന് വെച്ചാൽ ബാറ്ററി കഴിയാൻ പോകുന്നു അല്ലെങ്കിൽ ചാർജ് കഴിയാൻ പോകുന്നു. ഇത് നമുക്ക് വേറൊരു രീതിയിലും പറയാം. ഐ മൈറ്റ് ലൂസ് യു സിൻസ് മൈ ബാറ്ററി ഈസ് വെരി ലോ. ഐ മൈറ്റ് ലൂസ് യു സിൻസ് മൈ ബാറ്ററി ഈസ് വെരി ലോ. ഇത് നമ്മൾ ഓരോ വാക്കും വെച്ച് മലയാള അർത്ഥം നോക്കുകയാണെങ്കിൽ എൻ്റെ ബാറ്ററി വളരെ കുറവായതിനാൽ എനിക്ക് നിങ്ങളെ നഷ്ടമായേക്കാം, ഇങ്ങനെയാണ് അർത്ഥം വരിക. അതായത് ലൂസ് എന്ന് വെച്ചാൽ നഷ്ടമാവുക എന്നാണ് അർത്ഥം. പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചാർജ് കഴിയാറായതുകൊണ്ട് അല്ലെങ്കിൽ ബാറ്ററി കഴിയാറായതുകൊണ്ട് കട്ടായേക്കാം. അതല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്, എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്, എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമോ? ഞാൻ ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ വിളിക്കാം. ഐ ആം റണ്ണിങ് ഓൺ ലോ ബാറ്ററി. കുഡ് യു പ്ലീസ് സെൻഡ് മീ എ ടെക്സ്റ്റ് മെസ്സേജ് ആൻഡ് ഐ വിൽ കോൾ യു ബാക്ക് വൺസ് ഐ ചാർജ് മൈ ഫോൺ. I am running on low battery. Could you please send me a text message and I'll call you back once I charge my phone. I am running on low battery. ഞാൻ കുറഞ്ഞ ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഫോണിൽ ചാർജ് കുറവാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. Could you please send me a text message? എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാമോ? I'll call you back once I charge my phone. എൻ്റെ ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ തിരികെ വിളിക്കാം. ഞാനൊരു ചാർജർ എടുക്കട്ടെ, ഞാൻ നിങ്ങളെ തിരികെ വിളിക്കാം. Let me grab a charger and I'll call you back. Let me grab a charger and I'll call you back. Let me grab a charger. Grab എന്ന് വെച്ചാൽ പിടിക്കുക, ചാടി പിടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പിടിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. Let me grab a charger. ഞാനൊരു ചാർജർ എടുക്കട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. And I'll call you back. ഞാൻ നിങ്ങളെ തിരികെ വിളിക്കാം. മീര വിളിച്ചെന്ന് റാമിനോട് പറയാമോ? Could you please tell Ram that Meera called? Could you please tell Ram that Meera called? Could you please tell Ram? റാമിനോട് പറയാമോ that Meera called? മീര വിളിച്ചു എന്ന്. നമ്മൾ വിളിച്ച നമ്പർ തെറ്റിപ്പോയി എന്ന് തോന്നുമ്പോൾ നമ്മൾ പറയില്ലേ, എനിക്ക് തെറ്റായ നമ്പറാണ് കിട്ടിയതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് തെറ്റായ നമ്പർ ലഭിച്ചതായി തോന്നുന്നു. സോറി, ഐ തിങ്ക് ഐ ഹാവ് ഗോട്ട് ദ റോങ് നമ്പർ. സോറി, ഐ തിങ്ക് ഐ ഹാവ് ഗോട്ട് ദ റോങ് നമ്പർ. ഇനിയിപ്പോൾ നമ്പർ തെറ്റി നമ്മൾ ഇങ്ങോട്ടാണ് വിളിക്കുന്നതെങ്കിൽ പറയാം, നിങ്ങൾക്ക് തെറ്റായ നമ്പറാണ് കിട്ടിയതെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് തെറ്റായ നമ്പർ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ദ റോങ് നമ്പർ. ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ദ റോങ് നമ്പർ. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അല്ലെങ്കിൽ കരുതുക. ഐ തിങ്ക്, ഞാൻ കരുതുന്നു. യു ഹാവ് ഗോട്ട് ദ റോങ് നമ്പർ, നിങ്ങൾക്ക് തെറ്റായ നമ്പർ കിട്ടി. എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, ഞാൻ നിന്നെ തിരികെ വിളിക്കാം. ഐ കാൻ ടോക്ക് റൈറ്റ് നൗ, ഐ കോൾ യു ബാക്ക്. ഐ കാൻ ടോക്ക് റൈറ്റ് നൗ, ഐ കോൾ യു ബാക്ക്. ഐ കാൻ ടോക്ക് റൈറ്റ് നൗ. ടോക്ക് സംസാരിക്കുക. റൈറ്റ് നൗ ഇപ്പോൾ. ഐ കാൻ ടോക്ക് റൈറ്റ് നൗ, എനിക്കിപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. ഐ കോൾ യു ബാക്ക്, ഞാൻ നിന്നെ തിരികെ വിളിക്കാം. നിങ്ങളുടെ ഭർത്താവിന് കൊടുക്കൂ, എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം. Put your husband on. I want to talk to him. Put your husband on. I want to talk to him. ദയവായി ഹോൾഡ് ചെയ്യൂ, ഡോക്ടർ ഉണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. പ്ലീസ് ഹോൾഡ് ഓൺ. ഐ ചെക്ക് ഇഫ് ദ ഡോക്ടർ ഈസ് അവൈലബിൾ. പ്ലീസ് ഹോൾഡ് ഓൺ. ഐ ചെക്ക് ഇഫ് ദ ഡോക്ടർ ഈസ് അവൈലബിൾ. പ്ലീസ് ഹോൾഡ് ഓൺ. ദയവായി ഹോൾഡ് ചെയ്യൂ. ഐ ചെക്ക് ഇഫ് ദ ഡോക്ടർ ഈസ് അവൈലബിൾ. ഡോക്ടർ അവൈലബിൾ ആണോ എന്ന് അല്ലെങ്കിൽ ഡോക്ടർ ലഭ്യമാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാം. ഞാനൊരു പേന എടുക്കുന്നത് വരെ നിൽക്കാമോ അല്ലെങ്കിൽ ഞാനൊരു പേന എടുക്കുന്നവരെ ഹോൾഡ് ചെയ്യാമോ? കുഡ് യു ഹാങ് ഓൺ ഫോർ എ മൊമെൻറ്റ് വൈൽ ഐ ഗ്രാബ് എ പെൻ. കുഡ് യു ഹാങ് ഓൺ ഫോർ എ മൊമെൻറ്റ് വൈൽ ഐ ഗ്രാബ് എ പെൻ. കൂടുതൽ സൗകര്യപ്രദമായ സമയത്ത് ഞാൻ തിരികെ വിളിക്കാം.
I'll call back at a more convenient time. I'll call back at a more convenient time. കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ സൗകര്യപ്രദമായ അല്ലെങ്കിൽ ഉചിതമായ. I'll call back, ഞാൻ തിരികെ വിളിക്കാം. at a more convenient time, കൂടുതൽ സൗകര്യപ്രദമായ സമയത്ത്. ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല. Sorry, I didn't have your number saved. Sorry, I didn't have your number saved. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിശദാംശങ്ങൾ സന്ദേശം അയക്കാം. I'll text you the details. I'll text you the details. ഡീറ്റെയിൽസ് വിശദാംശങ്ങൾ. അവൻ ഓഫീസിലില്ല. He is not in the office. He is not in the office. അവൻ എപ്പോൾ തിരിച്ചെത്തും? When will he be back? When will he be back? അവൻ എപ്പോൾ തിരിച്ചെത്തുമെന്ന് നിങ്ങൾക്കറിയാമോ? Do you know when he'll be back? Do you know when he'll be back? തിരിച്ചു വന്നാലുടൻ നിന്നെ വിളിക്കാൻ ഞാൻ അവനോട് പറയാം. I'll tell him to call you as soon as he gets back. I'll tell him to call you as soon as he gets back. I'll tell him, ഞാൻ അവനോട് പറയാം. To call you, നിന്നെ വിളിക്കാൻ. As soon as he gets back. As soon as എന്ന് വെച്ചാൽ ഉടനടി അല്ലെങ്കിൽ എത്രയും വേഗത്തിൽ. He gets back. ഗെറ്റ് നമ്മൾ കിട്ടുക അല്ലെങ്കിൽ ലഭിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. ആസ് സൂൺ as he gets back. അവൻ തിരിച്ചെത്തിയാൽ ഉടൻ. ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം വീണ്ടും നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ശബ്ദം പ്രതിധ്വനിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് പറയാം ഐ എം സോറി യുവർ വോയിസ് ഈസ് എക്കോയിങ്. ഐ എം സോറി യുവർ വോയിസ് ഈസ് എക്കോയിങ്. എക്കോയിങ് എന്ന് വെച്ചാൽ പ്രതിധ്വനിക്കുക എന്നാണ് അർത്ഥം. അവൾ ഇതുവരെ കോളേജിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല. ഷീ ഈസ് നോട്ട് ബാക്ക് ഫ്രം കോളേജ് യെറ്റ്. ഷീ ഈസ് നോട്ട് ബാക്ക് ഫ്രം കോളേജ് യെറ്റ്. അദ്ദേഹം ഇതുവരെ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല. ഹീ ഈസ് നോട്ട് ബാക്ക് ഫ്രം ദി ഓഫീസ് യെറ്റ്. ഹീ ഈസ് നോട്ട് ബാക്ക് ഫ്രം ദി ഓഫീസ് യെറ്റ്. ഞാൻ മിസ്റ്റർ രാഹുലിനെ കിട്ടാനാണ് വിളിക്കുന്നത്. അവൻ ഇന്ന് ഓഫീസിലുണ്ടോ? ഐ എം കോളിംഗ് ഫോർ മിസ്റ്റർ രാഹുൽ. ഈസ് ഹി ഇൻ ദി ഓഫീസ് ടുഡേ? ഐ എം കോളിംഗ് ഫോർ മിസ്റ്റർ രാഹുൽ. ഈസ് ഹി ഇൻ ദി ഓഫീസ് ടുഡേ? ഐ എം കോളിംഗ് ഫോർ മിസ്റ്റർ രാഹുൽ. മിസ്റ്റർ രാഹുലിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ മിസ്റ്റർ രാഹുലിനെയാണ് ഞാൻ വിളിക്കുന്നത്. ഈസ് ഹി ഇൻ ദി ഓഫീസ് ടുഡേ? അവൻ ഇന്ന് ഓഫീസിലുണ്ടോ? ക്ഷമിക്കണം, ആ പേരിൽ ആരും ഇവിടെയില്ല. സോറി, ദർ ഇസ് നോ വൺ ഹിയർ ബൈ ദാറ്റ് നെയിം. സോറി, ദർ ഇസ് നോ വൺ ഹിയർ ബൈ ദാറ്റ് നെയിം. സോറി, ക്ഷമിക്കണം, ദർ ഇസ് നോ വൺ ഹിയർ, ഇവിടെ ആരുമില്ല. ബൈ ദാറ്റ് നെയിം, ആ പേരിൽ. അവൻ ഓഫീസിലുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ലെറ്റ് മീ സീ വെദർ ഹീ ഈസ് ഇൻ ദി ഓഫീസ്. ലെറ്റ് മീ സീ വെദർ ഹീ ഈസ് ഇൻ ദി ഓഫീസ്. ലെറ്റ് മീ സീ, ഞാൻ നോക്കട്ടെ. വെദർ എന്ന് പറഞ്ഞാൽ ആണോ അല്ലയോ അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് അർത്ഥം. വെദർ ഹീ ഈസ് ഇൻ ദി ഓഫീസ്, അവൻ ഓഫീസിലുണ്ടോ എന്ന്. ഇന്നലെ രാത്രി ഞാൻ നിന്നെ വിളിച്ചു, പക്ഷെ നീ എടുത്തില്ല. ഐ കോൾഡ് യു ലാസ്റ്റ് നൈറ്റ് ബട്ട് യു ഡിഡിൻ പിക്ക് അപ്പ്. ഐ കോൾഡ് യു ലാസ്റ്റ് നൈറ്റ് ബട്ട് യു ഡിഡിൻ പിക്ക് അപ്പ്. ഐ കോൾഡ് യു ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രി അല്ലെങ്കിൽ ഇന്നലെ രാത്രി. ഐ കോൾഡ് യു ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി ഞാൻ നിന്നെ വിളിച്ചു. ബട്ട് യു ഡിഡിൻ പിക്ക് അപ്പ്. പിക്കപ്പ് എന്ന് പറഞ്ഞാൽ എടുക്കുക അല്ലെങ്കിൽ നിലത്ത് നിന്ന് എടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ബട്ട് യു ഡിഡിൻ പിക്ക് അപ്പ്, പക്ഷേ നീ എടുത്തില്ല. നമ്മുടെ ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ക്ഷമിക്കണം, എൻ്റെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ല, നിങ്ങൾക്കത് വീണ്ടും പറയാമോ? ഐ എം അഫ്രൈഡ് മൈ ഇംഗ്ലീഷ് ഈസ് ഇൻ ഗ്രേറ്റ്, കുഡ് യു സേ ദാറ്റ് അഗെയിൻ? ഐ എം അഫ്രൈഡ് മൈ ഇംഗ്ലീഷ് ഈസ് ഇൻ ഗ്രേറ്റ്, കുഡ് യു സേ ദാറ്റ് അഗെയിൻ? ഐ എം അഫ്രൈഡ്. ഐ എം അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചു എന്നല്ല, ഐ എം സോറി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഐ എം അഫ്രൈഡ് മൈ ഇംഗ്ലീഷ് ഈസ് ഇൻ ഗ്രേറ്റ്, എൻ്റെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ല. കുഡ് യു സേ ദാറ്റ് അഗെയിൻ? നിങ്ങൾക്കത് വീണ്ടും പറയാമോ? അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം, നിങ്ങൾക്കത് വീണ്ടും പറയാമോ? കുഡ് യു സേ ദാറ്റ് അഗെയിൻ? കുഡ് യു സേ ദാറ്റ് അഗെയിൻ? സേ പറയുക, അഗെയിൻ വീണ്ടും. കുഡ് യു സേ ദാറ്റ് അഗെയിൻ? അവളുടെ കയ്യിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടോ? ഡസ് ഷീ ഹാവ് യുവർ നമ്പർ? ഡസ് ഷീ ഹാവ് യുവർ നമ്പർ? ഇനി അവൻ്റെ കയ്യിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡസ് ഹി ഹാവ് യുവർ നമ്പർ? ഡസ് ഹി ഹാവ് യുവർ നമ്പർ? എൻ്റെ ഫോണിലെ ചാർജ് കഴിയാറായി അല്ലെങ്കിൽ ബാറ്ററി കഴിയാറായി, പറയാനുള്ളത് വേഗത്തിൽ പറയൂ. മൈ ബാറ്ററി ഈസ് അബൌട്ട് ടു ഡൈ, ബി ക്വിക്ക് വിത്ത് വാട്ട് യു ഹാവ് ടു സേ. മൈ ബാറ്ററി ഈസ് അബൌട്ട് ടു ഡൈ, ബി ക്വിക്ക് വിത്ത് വാട്ട് യു ഹാവ് ടു സേ. മൈ ബാറ്ററി ഈസ് അബൌട്ട് ടു ഡൈ, എൻ്റെ ബാറ്ററി കഴിയാറായി, ബി ക്വിക്ക് വിത്ത് വാട്ട് യു ഹാവ് ടു സേ. പറയാനുള്ളത് വേഗത്തിൽ പറയൂ. ബാറ്ററി കഴിയാറായി അല്ലെങ്കിൽ ചാർജ് കഴിയാറായി എന്നുള്ളത് നമുക്ക് വേറൊരു രീതിയിലും പറയാം. മൈ ബാറ്ററി ഈസ് അബൌട്ട് ടു ഡ്രെയിൻ. മൈ ബാറ്ററി ഈസ് അബൌട്ട് ടു ഡ്രെയിൻ. ക്ഷമിക്കണം, അവൻ ഇപ്പോൾ മറ്റൊരു കോളിലാണ്. ഐ എം സോറി, ഹീസ് ഓൺ അനദർ കോൾ റൈറ്റ് നൗ. ഐ എം സോറി, ഹീസ് ഓൺ അനദർ കോൾ റൈറ്റ് നൗ. അവൾ എപ്പോൾ തിരിച്ചു വരുമെന്ന് നിങ്ങൾക്കറിയാമോ? ഡു യു നോ വെൻ ഷീൽ ബി ബാക്ക്? ഡു യു നോ വെൻ ഷീൽ ബി ബാക്ക്? ഡു യു നോ, നിങ്ങൾക്കറിയാമോ? ഡു യു നോ വെൻ ഷീൽ ബി ബാക്ക്? അവൾ എപ്പോൾ തിരിച്ചു വരുമെന്ന് നിങ്ങൾക്കറിയാമോ? നീ പറഞ്ഞതെനിക്ക് പിടികിട്ടിയില്ല.
I didn't catch what you just said. I didn't catch what you just said. ദയവായി എനിക്ക് ഇമെയിൽ വഴി ഡീറ്റെയിൽസ് അയക്കാമോ അല്ലെങ്കിൽ വിശദാംശങ്ങൾ അയക്കാമോ? Could you send me the details by email please? Could you send me the details by email please? എന്തിനാ ഈ സമയത്ത് എന്നെ വിളിച്ചത്? Why did you call me at this time? Why did you call me at this time? എൻ്റെ ഫോണിൽ നിന്ന് നിങ്ങളുടെ നമ്പർ ഡിലീറ്റായി, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വിളിക്കാൻ കഴിഞ്ഞില്ല. Your number was deleted from my phone, so I couldn't call you. Your number was deleted from my phone, so I couldn't call you. Your number was deleted. നിങ്ങളുടെ നമ്പർ ഡിലീറ്റ് ആയി ഫ്രം മൈ ഫോൺ, എൻ്റെ ഫോണിൽ നിന്ന്. സോ ഐ couldn't call you. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വിളിക്കാൻ കഴിഞ്ഞില്ല. ഓഫീസ് സമയത്ത് എന്നെ വിളിക്കരുത്. Don't call me during office hours. Don't call me during office hours. അവൻ എൻ്റെ കോൾ എടുക്കുന്നില്ല. He's not picking up my call. He's not picking up my call. എന്തുകൊണ്ടാണ് നിങ്ങൾ ഫോൺ എടുക്കാത്തത്? Why are you not picking up the phone? Why are you not picking up the phone? ഇത് വേറെ രീതിയിലും പറയാം. Why are you not answering my phone? Why are you not answering my phone? എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ഫോണിന് മറുപടി നൽകാത്തത്? ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്. എനിക്ക് നിങ്ങളെ തിരികെ വിളിക്കാമോ? I'm in a meeting now. Can I call you back? I'm in a meeting now. Can I call you back? I'm in a meeting now. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്. Can I call you back? എനിക്ക് നിങ്ങളെ തിരികെ വിളിക്കാമോ? ഞാൻ പിന്നീട് വിളിക്കാം. I'll call back later. I'll call back later. നാളെ രാവിലെ നിങ്ങൾക്ക് എന്നെ വീണ്ടും വിളിക്കാമോ? Could you call me back again tomorrow morning? Could you call me back again tomorrow morning? Could you call me back again? നിങ്ങൾക്ക് എന്നെ വീണ്ടും വിളിക്കാമോ? Tomorrow morning. നാളെ രാവിലെ. എപ്പോഴാണ് നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് എനിക്ക് അറിയില്ല. I don't know when you called me. I don't know when you called me. നിനക്കെൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? Where did you get my number from? Where did you get my number from? അതല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാറുണ്ട്, ആരാ നിനക്കെൻ്റെ നമ്പർ തന്നത്? Who gave you my number? Who gave you my number? ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. Sorry, I didn't recognize you. Sorry, I didn't recognize you. Recognize എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ തിരിച്ചറിയുക എന്നൊക്കെയാണ് അർത്ഥം. എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ പൊട്ടി. My phone screen is cracked. My phone screen is cracked. ദയവായി എനിക്കൊരു മെസ്സേജ് അയക്കൂ അല്ലെങ്കിൽ സന്ദേശം അയക്കൂ. Please drop me a message. Please drop me a message. നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും സമയമില്ല. You don't have time to even talk. You don't have time to even talk. വീണ്ടും വീണ്ടും വിളിക്കരുത്. Don't call again and again. Don't call again and again. എന്നെ വിളിക്കരുത്. Don't call me. Don't call me. ഞാൻ കോൾ എടുക്കില്ല. I will not pick up the call. I will not pick up the call. നീ എന്നെ വിളിച്ചോ? Did you call me? Did you call me? നിങ്ങളുടെ ഫോൺ എപ്പോഴും തിരക്കിലാണ്. Your phone is always busy. Your phone is always busy. ക്ഷമിക്കണം, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. Sorry, I don't have time to talk more. Sorry, I don't have time to talk more. I don't have time. എനിക്ക് സമയമില്ല. To talk more. കൂടുതൽ സംസാരിക്കാൻ. ഞാൻ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് അയക്കാം അല്ലെങ്കിൽ സന്ദേശം അയക്കാം. I'll text you when I get there. I'll text you when I get there. ഇവിടെയും ഗെറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് എത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. I'll text you. ഞാൻ ടെക്സ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. When I get there. ഞാൻ അവിടെ എത്തുമ്പോൾ. ഇനി ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിലും അവസാനിപ്പിക്കാം. കുറച്ചുകൂടെ ഫോർമലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സമയത്തിന് വളരെ നന്ദി. നിങ്ങളോട് സംസാരിച്ചത് വളരെ നല്ലതായിരുന്നു. Thank you so much for your time. It was great speaking with you. Thank you so much for your time. നിങ്ങളുടെ സമയത്തിന് വളരെ നന്ദി. It was great speaking with you. It was great speaking with you. ശരി, അപ്പോൾ നിങ്ങളോട് സംസാരിച്ചതിൽ സന്തോഷം. All right. Nice talking to you then. All right. Nice talking to you then. നമുക്ക് അവർക്കൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ടും കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. Have a nice day. Have a nice day. ഇതല്ലെങ്കിൽ പറയാം Have a great day. Have a great day. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതും അല്ലെങ്കിൽ ഇറ്റ് വാസ് ഗ്രേറ്റ് കണക്റ്റിംഗ്. ഇറ്റ് വാസ് ഗ്രേറ്റ് കണക്റ്റിംഗ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ ബൈ, ടേക്ക് കെയർ, ടോക്ക് ടു യു ലേറ്റർ. ബൈ, ടേക്ക് കെയർ, ടോക്ക് ടു യു ലേറ്റർ. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.